ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2ാം ക്ലാസ്സിലെ മലയാളം ആക്ടിവിറ്റി ബുക്ക് ചാപ്റ്റർ 8 പച്ചിലത്തുമ്പിലൂടെ എന്ന പാഠത്തിലുള്ള ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താ പറയുന്നത്? വിവരണം തയ്യാറാക്കാം. വിത്ത് മുള പൊട്ടി. വെണ്ട വിത്തും മത്തൻ വിത്തും അവരുടെ തളിരിലകൾ നീട്ടി പുറത്തേക്ക് നോക്കി. അവർ ചുറ്റും കണ്ട കാഴ്ചകൾ എന്തെല്ലാം? അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെണ്ട വിത്തും മത്തൻ വിത്തും ചുറ്റും കണ്ട കാഴ്ചകൾ എന്തെല്ലാം എന്നാണ് എഴുതേണ്ടത്. എങ്ങനെ എഴുതാം? എന്തൊക്കെയാ? മുകളിൽ നീലാകാശം, ചിരിച്ചു നിൽക്കുന്ന സൂര്യൻ, ചുറ്റിലും പച്ചയുടുപ്പിട്ട ചെടികൾ, പലതരത്തിലും പല വലിപ്പത്തിലും മരങ്ങൾ, മരത്തിൽ ചാടിക്കളിക്കുന്ന അണ്ണാൻ, ചുറ്റിലും പാറിപ്പറന്നു നടക്കുന്ന പക്ഷികളും പൂമ്പാറ്റകളും തുമ്പികളും, കാണാൻ നല്ല മനോഹരമായ കാഴ്ചകൾ. അപ്പോൾ ഇത്രയാണ് മത്തൻ വിത്തും വെണ്ട വിത്തും പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചകൾ. അടുത്ത ആക്ടിവിറ്റി എന്താ? പ്രവർത്തനം 8.2. പൂക്കൾ പല നിറം. വെണ്ട ചെടി മുട്ടിട്ടു തുടങ്ങി. മൊട്ടുകൾ വിരിഞ്ഞു മഞ്ഞ പൂക്കളായി. എല്ലാ പച്ചക്കറികളുടെയും പൂക്കൾ മഞ്ഞ നിറത്തിലുള്ളവയാണോ? നിരീക്ഷിച്ച് തരംതിരിക്കാം. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. മഞ്ഞ പൂക്കളുള്ള പച്ചക്കറികൾ, വെള്ളപ്പൂക്കളുള്ള പച്ചക്കറികൾ, മറ്റുള്ളവ. അപ്പോൾ ഫസ്റ്റ് മഞ്ഞപ്പൂക്കളുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് എഴുതുക. രണ്ടാമത് വെള്ള, പിന്നെ മറ്റുള്ളവ. അപ്പോൾ മഞ്ഞപ്പൂക്കളുള്ള പച്ചക്കറികളിൽ എന്തൊക്കെയാണ് വരിക? മത്തൻ വരും, കുമ്പളം, വെള്ളരി, പാവൽ, തക്കാളി, കക്കിരി. ഇതിൻ്റെയൊക്കെ പൂക്കളിൻ്റെ കളർ എന്താ? മഞ്ഞയാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താ? വെള്ളപ്പൂക്കളുള്ള പച്ചക്കറികളാണ്. കോവൽ, പടവലം, മുരിങ്ങ, ഇതൊക്കെ വെള്ളപ്പൂക്കളിൽ വരുന്നതാണ്. ഇനി മറ്റുള്ളവ എന്ന കോളത്തിൽ നമുക്ക് എന്ത് എഴുതാം? പയർ എഴുതാം, വഴുതന എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം. അടുത്ത പ്രവർത്തനം 8.3. വരികൾ കൂട്ടിച്ചേർക്കാം. ഇവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. എന്താ പാട്ട്? മത്തൻ വള്ളിയെ അറിയാമോ, പൂവിൻ നിറമെന്തറിയാമോ, മത്തൻ വള്ളിയെ അറിയാമേ, മത്തൻ പൂവിന് മഞ്ഞ നിറം. വെള്ളരി വള്ളിയെ അറിയാമോ, പൂവിൻ നിറമെന്തറിയാമോ, വെള്ളരി വള്ളിയെ അറിയാമേ, വെള്ളരി പൂവിന് മഞ്ഞ നിറം. അടുത്തത് പാവൽ വള്ളിയെ അറിയാമോ എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ താഴെ എന്ത് എഴുതിയിട്ടുണ്ട്? കോവൽ വള്ളിയെ അറിയാമോ. അപ്പോൾ മുകളിൽ കൊടുത്ത വരികൾ നോക്കിയിട്ട് അതുപോലെ കറക്റ്റായിട്ട് താഴെ എഴുതിയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാം? പാവൽ വള്ളിയെ അറിയാമോ, പൂവിൻ നിറമെന്തറിയാമോ, പാവൽ വള്ളിയെ അറിയാമേ, പാവൽ പൂവിന് മഞ്ഞ നിറം. അടുത്തത് കോവൽ വള്ളിയെ അറിയാമോ, പൂവിൻ നിറമെന്തറിയാമോ, കോവൽ വള്ളിയെ അറിയാമേ, കോവൽ പൂവിന് വെള്ള നിറം. ഇതുപോലെ വരി കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത പ്രവർത്തനം 8.4. കണ്ടെത്തി എഴുതാം. വെണ്ടച്ചെടി തലയുയർത്തിയും മത്തൻ വള്ളി മണ്ണിലിഴഞ്ഞും കൂട്ടുകാരെ കണ്ടെത്തി. ആരൊക്കെയാവും കൂട്ടുകാർ? അപ്പോൾ മത്തൻ വള്ളിയുടെ കൂട്ടുകാർ, വെണ്ടച്ചെടിയുടെ കൂട്ടുകാർ, 2 ടേബിൾ തന്നിട്ടുണ്ട്. അതെങ്ങനെ എഴുതുക? മത്തൻ വള്ളി എങ്ങനെയാണ്? മത്തൻ വള്ളി മണ്ണിൽ ഇഴഞ്ഞിട്ടാണ് കൂട്ടുകാരെ കണ്ടെത്തിയത്. അപ്പോൾ മണ്ണിൽ അതുപോലെ മത്തൻ വള്ളി പോലെ മണ്ണിലൂടെ പടർന്നു പോകുന്ന ചെടികളെയാണ് നമുക്ക് എവിടെ എഴുതേണ്ടത്? ഫസ്റ്റ് കോളത്തിൽ എഴുതേണ്ടത്. സെക്കൻഡ് കോളം വെണ്ടച്ചെടി എന്താ? തല ഉയർത്തി നോക്കി എന്നാണ് പറഞ്ഞത്. അതായത് വെണ്ടച്ചെടി പോലെ നിവർന്ന് നിന്ന് വളരുന്ന ചെടികൾ, അതിനെയാണ് നമുക്ക് വെണ്ടച്ചെടിയുടെ കൂട്ടുകാർ എന്ന് പറയുന്ന കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ ആരൊക്കെ വരും? മത്തൻ വള്ളിയുടെ കൂട്ടുകാരിൽ കുമ്പളം, വെള്ളരി, പടവലം, കക്കിരി, പാവൽ, കോവൽ, ഇത്രയും എഴുതാം. അതുപോലെ വെണ്ടച്ചെടിയുടെ കൂട്ടുകാരിൽ വഴുതന, മുളക്, തക്കാളി, കറിവേപ്പ്, മുരിങ്ങ, ചീര. ഇനി നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് കിട്ടും. അപ്പോൾ അത് കൂടെ നമുക്ക് ഈ കോളത്തിൽ എഴുതി ചേർക്കാം. ഓക്കെ. അടുത്ത പ്രവർത്തനം എന്താ? പ്രവർത്തനം 8.5 പാടാം രസിക്കാം.
അതായത് ഇവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്, അത് പാടാനാണ് പറയുന്നത്. താടിക്കാരൻ ഒരപ്പൂപ്പൻ്റെ തോളിൽ തൂങ്ങിയതാരാണ്, പഞ്ഞിക്കെട്ടിനുള്ളിലിരിക്കും കുഞ്ഞാണിവളൊരു വിത്താണ്, ചിറകുകളില്ലെന്നാലും കാറ്റിൽ പാറി വരുന്ന കരുത്താണ്. അപ്പം അത് വായിക്കുക. അടുത്ത പ്രവർത്തനം 8.6 ചേർത്ത് പറയാം എഴുതാം. അതായത് ഇവിടെ തല ഉയർത്തി, അത് നമുക്ക് ചേർത്ത് പറയുമ്പം എങ്ങനെ പറയാം? തല ഉയർത്തി എന്നുള്ളത് തലയുയർത്തി എന്ന് പറയാം. അത് അവിടെയുള്ള സ്പേസിൽ എഴുതിയാണ് വേണ്ടത്. തലയുയർത്തി. രണ്ടാമത്തെ എന്താ? മണ്ണിൽ ഇഴഞ്ഞു, മണ്ണിലിഴഞ്ഞു. ചെവിയിൽ എന്തോ എന്നുള്ളത് എങ്ങനെ പറയാം? ചെവിയിൽ എന്തോ. മനസ്സിലായില്ലേ? അടുത്ത പ്രവർത്തനം എന്താ? 8.7 പാചകക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഇല വിഭവം തയ്യാറാക്കുന്നതിൻ്റെ പാചകക്കുറിപ്പ് എഴുതാം. വിഭവത്തിൻ്റെ പേരെഴുതുക. ഏതെങ്കിലും ഒരു ഇല വിഭവം വീട്ടിൽ തയ്യാറാക്കുന്ന അമ്മേനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു വിഭവത്തിൻ്റെ പേര്, ഇപ്പോൾ ചീരയാണെങ്കിൽ ചീരക്കറി, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു ഇല വിഭവം അതിൻ്റെ പേരെഴുതുക. അതിനെന്തൊക്കെ സാധനങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് എഴുതുക, ചേരുവകൾ എഴുതുക, അതെങ്ങനെ തയ്യാറാക്കുമെന്ന് തയ്യാറാക്കുന്ന വിധം എന്ന സ്പേസിൽ എഴുതുക. അപ്പോൾ അത് അമ്മേനോട് ചോദിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ തയ്യാറാക്കുന്നത് അതുപോലെ എഴുതുക. അടുത്ത പ്രവർത്തനം 8.8 കടങ്കഥകൾ എഴുതാം. പച്ചക്കറികളുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടെത്തിയ കടങ്കഥകൾ, അതായത് പച്ചക്കറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കടങ്കഥകൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പച്ചക്കറിയുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക. അതിലൊരുപാട് കടങ്കഥകളുണ്ട്. അതിൽ നിങ്ങൾക്ക് എഴുതാൻ ഈസി ആയിട്ട് തോന്നുന്ന ഒരു 4-5 കടങ്കഥകൾ എടുത്തിട്ട് ഇവിടെ എഴുതുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. കൂടാതെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഇവിടെയുള്ളത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. അടുത്ത പ്രവർത്തനം 8.9 എന്താ പറയുന്നത്? വിത്ത് നടാം, നിരീക്ഷിക്കാം. നിങ്ങൾ നട്ട ഏതെങ്കിലും ഒരു പച്ചക്കറി വിത്ത് നിരീക്ഷിച്ച് ഓരോ ദിവസത്തെയും മാറ്റങ്ങൾ എഴുതൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നട്ട വിത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു വിത്ത് നടുക, എന്നിട്ട് ഓരോ ദിവസവും അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നത് ഇവിടെ തീയതി എഴുതിയിട്ട് ഞാൻ നിരീക്ഷിച്ചത് എന്ന സ്പേസിൽ നിങ്ങൾ കണ്ട മാറ്റങ്ങൾ, വിത്ത് നട്ടിട്ട് നിങ്ങൾ വെള്ളമൊഴിച്ചു, അത് കഴിഞ്ഞിട്ട് അത് മുള വരുന്നത്, അതിന് ഇല വരുന്നത്, അങ്ങനെയുള്ള ഓരോ മാറ്റങ്ങളും ഓരോ ഡേറ്റ് എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പച്ചിലത്തുമ്പിലൂടെ എന്ന ചാപ്റ്ററിൽ വരുന്ന പ്രവർത്തനങ്ങൾ.